നിറഞ്ഞ ഒരു ചിരി. അത് മതിയല്ലോ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ. പ്രസാദം നിറഞ്ഞ മുഖങ്ങൾ എപ്പോഴും ഹൃദയഹാരിയാണ്. അത് എപ്പോഴും തന്നിലേക്ക് ആളുകളെ വലിച്ചടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ശീലങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അഥവാ ഇല്ലെങ്കിൽ തന്നെ നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പറഞ്ഞു വരുന്നത് പത്രങ്ങളിൽ ചിരിയും ചിന്തയും ഉണർത്തുന്ന കാരിക്കേച്ചറുകളെ കുറിച്ചാണ്. ഒരാളുടെ പ്രത്യേകതകളെ മുഴപ്പിച്ച് വരക്കുന്നതിനെയാണ് കാരിക്കേച്ചറുകൾ എന്ന് പറയുന്നത്. എന്തായാലും കലഡോസ്കോപ്പിൽ അടുത്തായി പറയാൻ പോകുന്നത് മനോഹരമായ കാരിക്കേച്ചറുകൾ വരക്കുന്ന ഒരു കലാകാരൻ്റെ വിശേഷമാണ്. അപ്പോൾ കാണാം. കാർട്ടൂണിസ്റ്റുകളുടെ ആയുധമാണ് കാർട്ടൂണും കാരിക്കേച്ചറും. രാഷ്ട്രീയത്തെയും സാമൂഹ്യ വിഷയത്തെയും വരകളിലൂടെ വിമർശിക്കുകയാണ് കാർട്ടൂൺ. കാരിക്കേച്ചർ ആകട്ടെ വ്യക്തിയെ അവതരിപ്പിക്കലാണ്. ഓരോ വ്യക്തിയുടെയും സൂക്ഷ്മാംശങ്ങൾ കാരിക്കേച്ചറിൽ ഉണ്ടാകും. കാരിക്കേച്ചർ വരയിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കോഴിക്കോട് മുക്കം സ്വദേശി ദിലീഫ്. ആരുടെ കാരിക്കേച്ചർ ആയാലും നിമിഷ നേരം കൊണ്ട് ദിലീഫിന്റെ വരയിൽ തെളിയും. കാരിക്കേച്ചർ വരയിൽ വേഗമേറിയതോടെ ദിലീഫിന് അതൊരു ഉപജീവന മാർഗം കൂടിയായി. 4 ആൾ കൂടുന്നിടത്ത് കാരിക്കേച്ചർ വരയുമായി ദിലീഫ് ഉണ്ടാകും. ൽ മഹാത്മാഗാന്ധിയുടെ 3,32,667 സ്ക്വയർ ഫീറ്റുള്ള കാരിക്കേച്ചർ വരച്ചുകൊണ്ടായിരുന്നു ദിലീഫ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. ആ നേട്ടം ഈ രംഗത്തുള്ള കൂടുതൽ സാധ്യതകൾ കണ്ടെത്താൻ ദിലീഫിന് പ്രചോദനമേകി. ഇപ്പോൾ കോഴിക്കോട് ഫോക്കസ് മോൾ, കൊച്ചി ലുലു, ഓബ്രോൺ എന്നീ മാളുകളിൽ ചെന്നാൽ ദിലീഫിന്റെ ഔട്ട്ലെറ്റുകൾ കാണാം. 10 മിനിറ്റ് കൊണ്ട് വരയ്ക്കുന്ന ലൈവ് കാരിക്കേച്ചർ, 9 മണിക്കൂർ കൊണ്ട് വരയ്ക്കുന്ന ഡീറ്റെയിൽഡ് കാരിക്കേച്ചർ, ഡീറ്റെയിൽഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ്, ഡീറ്റെയിൽഡ് കളർ പോർട്രേറ്റ്, കോർപ്പറേറ്റ് ലോഗോ, ഓയിൽ പോർട്രേറ്റ് തുടങ്ങി വ്യത്യസ്ത തരത്തിലാണ് ദിലീഫ് ആവശ്യക്കാർക്ക് കാരിക്കേച്ചറുകൾ വരച്ചു നൽകുന്നത്. അതിശയം കൊണ്ട് നിറയ്ക്കുക, ഒരാളുടെ പ്രത്യേകതകളെ മുഴപ്പിച്ച് വരയ്ക്കുക, അതാണ് കാരിക്കേച്ചർ. ഒരാളുടെ ന്യൂനതകളെ രസകരമായ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാനും കാരിക്കേച്ചറുകളെ കൊണ്ട് സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ദിലീഫിന് അതുകൊണ്ട് തന്നെ തന്റെ വരകളിലൂടെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും അതിലൂടെ ചിന്തിപ്പിക്കാനും സാധിക്കാറുണ്ട്. ഞാൻ പറയും കാരിക്കേച്ചറും കാർട്ടൂണും കുറവായതുകൊണ്ടാണ് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, നമുക്കറിയാതെ ഒരാളുടെ കാലിന് ചവിട്ടി ഉടനെ ചിരിച്ചുകൊണ്ട് സോറി പറഞ്ഞാൽ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാം. പക്ഷെ ചിരിക്കാതെ ആണെങ്കിലോ സോറി എന്ന് പറഞ്ഞാൽ എന്തായി, അവിടെ സംഘർഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മൾ ചിരിക്കാത്തതാണ്. അപ്പോൾ ചിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കാർട്ടൂണിലൂടെ കാരിക്കേച്ചറിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ശരിക്ക് ഞാൻ പറഞ്ഞില്ലേ, കോമഡി പ്രോഗ്രാം കാണണ്ടേ, കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഫുള്ള് കോമഡിയാണ്. ഇപ്പോൾ ഒരു പത്രം വായിച്ചു നോക്കൂ, ഫുള്ള് അതിൽ സീരിയസിനേക്കാൾ കോമഡിയാണ് വരുന്നത്. കേരളത്തിൽ മാത്രമല്ല, മലേഷ്യയിലെ പവലിയൻ മാളിലും ദിലീഫിന് 2 ഔട്ട്ലെറ്റുകളുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദിന് അദ്ദേഹത്തിന്റെ കാരിക്കേച്ചർ ഉപഹാരമായി കൊടുക്കാൻ കഴിഞ്ഞത് ദിലീഫിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ഏടായിരുന്നു. ഇങ്ങനെ വരയിലൂടെ കൂടുതൽ റെക്കോർഡുകൾ നേടുകയാണ് ദിലീഫ് എന്ന കലാകാരൻ. ചിരി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം വരകളിലൂടെ ദിലീഫ് നമ്മളെ ചിരിപ്പിക്കട്ടെ, ഒപ്പം ചിന്തിപ്പിക്കട്ടെ.